കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി ദൈവവചന പഠന ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളും. നമ്മൾ എഗസ്കേലിന്റെ പുസ്തകം 30-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഈ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് എഗസ്കേലിന് ഉണ്ടാകുന്ന ഇങ്ങനെയാണ്: ഒരു കഷ്ട ദിവസം വരുന്നുണ്ട്, അത് ഓർത്ത് മുറയിടുവീൻ. നാളടുത്തിരിക്കുന്നു, യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു, അത് ഇരുണ്ട മേഘം പോലെയാകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. ആ അധ്യായം ആരംഭിക്കുക പറയുന്നത് മുറയിടുവീൻ, അയ്യോ കഷ്ടം. ഈജിപ്തിനെതിരെയുള്ള യഹോവയുടെ നാളിനെ കുറിച്ച് എഗസ്കേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു. ഒരു കഷ്ടദിനം വരുന്നു, യഹോവയുടെ നാൾ വരുന്നു, അതുകൊണ്ട് മുറയിടുവീൻ, നെടുവീർപ്പിടുവീൻ എന്ന് ജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. അവർക്കെതിരെ ഉണ്ടാകുന്ന മേഘങ്ങളുടെ ഒരു ദിനം, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, വ്യക്തതയില്ലാത്ത ഒരു ദിനം, കർത്താവിന്റെ നാൾ വരുന്നു എന്ന് ഉറക്കെ പറയുകയാണ്. കർത്താവിന്റെ ദിവസം വരുന്നു. ഇവിടെ കർത്താവിന്റെ ദിവസം എന്ന് അർത്ഥമാക്കുന്നത് ഈജിപ്തിനെതിരായി ബാബിലോൺകാർ നടത്തുവാൻ വേണ്ടി വരുന്ന, ആക്രമിക്കാൻ വരുന്ന ആ ദിവസം, അത് യഹോവയായ ദൈവം ബാബിലോണെ ഉപയോഗിക്കുകയാണ്. ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വേണ്ടി ദൈവം ബാബിലോണെ ഉപയോഗിക്കുകയാണ്. ആ ബാബിലോൺകാർ വന്ന് ആക്രമിക്കുന്ന ദിവസത്തെയാണ് യഹോവയുടെ ദിനം എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ദിനത്തിന്റെ പ്രത്യേകതയാണ് 1-2 വാക്യങ്ങളിൽ പറയുന്നതും. അതുകൊണ്ട് ആ 3-ാമത്തെ വാക്യത്തിൽ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാളടുത്തിരിക്കുന്നു, ഇനി അധികം നാളില്ല, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക്, ഒരു ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് അവരോട് വളരെ വ്യക്തമായി പറയുകയാണ്. അവിടെ ആരംഭിക്കുന്ന ആ യുദ്ധത്തിലൂടെ ഈജിപ്തുകാർക്ക് മാത്രമല്ല പ്രശ്നം വരാൻ പോകുന്നത്, അതിനോട് ചേർന്ന് കിടക്കുന്ന എത്യോപ്യ, ലിബിയ, ലിഡിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തന്നെ അത് പടരും, ആ നിലയിലേക്ക് നീങ്ങുമെന്ന് പറയുന്നു. ഈജിപ്തിന് സംഭവിക്കാൻ പോകുന്ന ആ മഹാകഷ്ടദിനം, അത് വടക്ക് മുതൽ തെക്ക് വരെ, അതെല്ലാ നിലകളിലും അത് ബാധിക്കും. അയൽ രാജ്യങ്ങളാകുന്ന എത്യോപ്യ ബാധിക്കും എന്ന് വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. അവരെ കൂടാതെ അടിസ്ഥാനം ഇളകുന്ന നിലയിലേക്ക് സഖ്യകക്ഷികളെ, അവിടെ ചേർന്ന് നിൽക്കുന്ന സഖ്യകക്ഷികളെ വരെ ബാധിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് പറയുന്നുണ്ട്, അവരുടെ പ്രതാപം താണുപോകും, അവരെ വീണു പോകും, ആ ബലത്തിന്റെ പ്രതാപം താണുപോകുമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഇത് പ്രവചിക്കുന്ന കാലഘട്ടത്തിൽ ഈജിപ്ത് നല്ല പ്രതാപത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം നിൽക്കുമ്പോഴാണ് യഹോവയായ ദൈവം പറയുന്നത്, നിന്റെ പ്രതാപം താണുപോകും എന്ന് വളരെ വ്യക്തമായി പറയുന്നത്. കാരണം ഈജിപ്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം സഖ്യകക്ഷികളുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു കൊച്ചു സാമ്രാജ്യ ശക്തിയാണ്. നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ ആഗ്രഹപ്രകാരം, റിക്വസ്റ്റ് പ്രകാരം നെബൂഖദ്നേസർ രാജാവ് ആദ്യം യെരൂശലേമിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഇവരെതിർത്തു നിന്നതുകൊണ്ട് ഒരല്പ കാലതാമസം
നെബൂഖദ്നേസർ നേരിട്ടു യെരൂശലേമിൽ കയറുവാൻ വേണ്ടി. അപ്പൊ ആ നിലയിൽ നിൽക്കുന്ന ഒരു സാമ്രാജ്യ ശക്തിയോടെ പറയുന്നത്, നീ താണുപോകും, നിന്റെ പ്രതാപം താണുപോകും, നീ ശക്തമല്ലാത്തൊരു രാഷ്ട്രമായി തീരുമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കതിൻ്റെ 9 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 30-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 9 തൊട്ട് എത്ര വരെ വായിക്കണം പാസ്റ്ററെ? അതിന്റെ 19 വരെ വായിക്കാം. ഓക്കെ. ആ നാളിൽ ദൂതന്മാർ നിശ്ചിന്തന്മാരായ കൂശ്യരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എന്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ മിസ്രൈമിന്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദനയുണ്ടാകും. ഇതാ അത് വരുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യാൽ മിസ്രൈമിന്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും. ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോട് കൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവന്റെ ജനത്തെയും വരുത്തും. അവർ മിസ്രൈമിന്റെ നേരെ വാൾ ഊരി ദേശത്തെ നിഹിതന്മാരെ കൊണ്ട് നിറയ്ക്കും. ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും. ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കയ്യാൽ ശൂന്യമാക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും. ഇനി മിസ്രൈം ദേശത്ത് നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കുകയില്ല. ഞാൻ മിസ്രൈം ദേശത്ത് ഭയം വരുത്തും. ഞാൻ പത്രോസിനെ ശൂന്യമാക്കും, സോവാന് തീ വയ്ക്കും, നോവിൽ ന്യായവിധി നടത്തും. മിസ്രൈമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എന്റെ ക്രോധം പകരും. ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും. ഞാൻ മിസ്രൈമിന് തീ വയ്ക്കും, സീൻ അതിവേദനയിലാകും, നോവ് പിളർന്നു പോകും. നോഫിന് പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകും. അവനിലെയും പീബസത്തിലെയും യൗവനക്കാർ വാൾ കൊണ്ട് വീഴും. അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഞാൻ മിസ്രൈമിന്റെ മുഖം ഒടിച്ച് അവളുടെ ബലത്തിന്റെ പ്രതാപം ഇല്ലാതാക്കുമ്പോൾ തഹഫ്നെഹേസിൽ പകൽ ഇരുണ്ടു പോകും. അവളെയോ ഒരു മേഘം മൂടും. അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ ഞാൻ മിസ്രൈമിൽ ന്യായവിധികളെ നടത്തും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. 9-ാം വാക്യം ഇങ്ങനെയാണല്ലോ ആരംഭിക്കുന്നത്. ദൂതന്മാർ നിശ്ചിന്തന്മാരായി കൂശ്യരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകൾ കയറി എൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ മിസ്രൈമിന്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദന ഉണ്ടാകും. ഇത് ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു കാര്യം പ്രസ്താവിക്കും. ഇതിന്റെ അർത്ഥം എത്യോപ്യയിലേക്ക് കയറി ചെല്ലാത്ത നെബൂഖദ്നേസറിന്റെ സൈന്യത്തെയോ അല്ല ഇത് പറയുന്നത്. നെബൂഖദ്നേസർ രാജാവും സൈന്യവും വന്നിട്ട് ഈജിപ്തിനെ ആക്രമിക്കുവാൻ വേണ്ടി വരുമ്പോൾ ഈജിപ്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനം സുരക്ഷിതം തേടി നൈൽ നദി വഴി കപ്പലിൽ കയറി അവർ നേരെ എത്യോപ്യയിൽ ചെല്ലും. എത്യോപ്യയിൽ ചെല്ലുമ്പോൾ അവിടെ അവർ ജീവിക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന കുറെ കഴിയുമ്പോൾ തിരിച്ചു പോകാം. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അറിയുന്നത് ഈജിപ്റ്റ് പതനത്തിലേക്ക് നീങ്ങി, അത് വീണുപോയി എന്ന വാർത്ത അവർ അറിയുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് വളരെ ഭയവും ഭീതിയും ഉണ്ടാകുന്നു. ഒരു കൂട്ടം ജനം ഓൾറെഡി നേരത്തെ പോയി കഴിയുന്നു. അവരവിടെ ചെല്ലുമ്പോൾ ഇവിടെ നടക്കുന്ന പതനത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് വേദന ഉണ്ടാകുന്നു, ഭയമുണ്ടാകും. മറ്റൊരു കൂട്ടർ ഇവിടുന്ന് ആ സമയത്ത് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
അപ്പൊ അതാണ് അവിടെ വ്യക്തമായി പറയുന്നത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഓടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ആ വാക്യം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, മിസ്രൈമിലെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദനയുണ്ടാകും. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ് ഭാഗം, എങ്കിലും ഞാൻ പറഞ്ഞു വിട്ടേക്കാം. മിസ്രൈമിലെ അതിവേദന എന്ന് പറയുമ്പോൾ, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ 430 വർഷക്കാലം അടിമകളായി പാർത്തു. അവരവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് വന്നപ്പോൾ ഫറവോൻ വിടാതെയായി. ഫറവോന്റെ മേൽ 10 ബാധകൾ ദൈവം അയക്കുന്നു. 10ാമത്തെ ബാധയാകുന്ന കടിഞ്ഞൂൽ സംഹാരം വന്നു. അത് കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള സകല മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആദിജാതന്മാർ കൊല്ലപ്പെട്ട ദിനം, ഇരുട്ടിന്റെ ദിനം, മേഘങ്ങളുടെ ദിനം, കഷ്ടതയുടെ ദിനം, യഹോവയുടെ നാള് എന്ന് പറയപ്പെടുന്ന നിലയിൽ അത്രമാത്രം അതിവേദനയിലൂടെ കടന്നുപോയൊരു ദിവസമാണ്. ആമീൻ. ആദിജാതന്മാർ, കടിഞ്ഞൂലുകൾ, ആദിജാതന്മാർ കൊല്ലപ്പെട്ട ദിനം. അതിവിടെ യഹോവയായ ദൈവം ഓർപ്പിച്ചുണർത്തുകയാണ്. ഈ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ പറയുന്നത്, കഷ്ട ദിവസം, കർത്താവിന്റെ നാൾ, മുറയിടുവീൻ, മേഘങ്ങളുടെ ദിനം, ഇരുട്ടിന്റെ ദിനം എന്നൊക്കെ പറയുമ്പോൾ യഹോവയായ ദൈവം പണ്ട് അവിടെ ഉണ്ടായ സംഭവത്തെ പരാമർശിച്ച് ഇവിടെ പറയുന്നു. അന്ന് അവർക്ക് എത്രമാത്രം വേദന ഉണ്ടായോ, അതേ വേദനയിലൂടെ ഈജിപ്റ്റ് വീണ്ടും കടന്നു പോകുന്നു എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്കറിയാം, ഭയങ്കര വേദനയിലൂടെ കടന്നുപോയ നിമിഷങ്ങളാണ്. ആർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലയിലുള്ളതായ അതിവേദനയിലൂടെ കടന്നുപോയ നിമിഷങ്ങളായിരുന്നു അത്. അതുപോലെയുള്ള അനുഭവങ്ങൾ വീണ്ടും വരുമെന്ന് യഹോവയായ ദൈവം ഇവിടെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. ഇനി അതിന് 10ഉം 11ഉം വാക്യം ഒന്ന് വായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യാൽ മിസ്രൈമിന്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും. ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോട് കൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവന്റെ ജനത്തെയും വരുത്തും. അവർ മിസ്രൈമിന്റെ നേരെ വാളൂരി ദേശത്തെ നിഹിതന്മാരെ കൊണ്ട് നിറയ്ക്കും. ഇത് ബാബിലോണിലെ ജനത്തിന് വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചാണ്. ബാബിലോൺകാർ നിരവധി ആളുകളെ കൊല്ലും. അവർ വടക്കു നിന്ന് ആരംഭിച്ച് തെക്ക് വരെ അവരെ തുടരും. ഈജിപ്തിനെ നശിപ്പിക്കുവാൻ ദൈവം നെബൂഖദ്നേസറിനെയും അവന് സൈന്യത്തെയും തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ കയ്യിലെ ഒരു ഉപകരണമാക്കി ദൈവം തീർക്കുന്നു. അങ്ങനെ ബാബിലോൺകാർ ക്രൂര രാഷ്ട്രമാണെന്നും അത് അവർ ദുഷ്ടന്മാരാണെന്നും ഇവിടെ വിശദീകരിച്ചിട്ട് പറയുന്നു. അവരാൽ ഇവരെല്ലാം കൊല്ലപ്പെടും, അവർ ജനത്തോട് യാതൊരു കരുണയും കാണിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് പറയുന്നു. നമുക്കതിന്റെ 12ാം വാക്യത്തിലേക്ക് പോകാം. അവിടെ പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുന്നുണ്ട്. 12ാമത്തെ വാക്യം, ഞാൻ നദികളെ വറ്റിച്ച് ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും, ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കയ്യാൽ ശൂന്യമാക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. നമുക്ക് ഇത് നദികളെ വറ്റിക്കുമെന്ന് പറയാം. നദികളെ വറ്റിക്കും. നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അതിന് യെശയ്യാ പ്രവചനം 19ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യം ഒന്ന് വായിച്ചേ. ഐശയ്യാ, ദ ബുക്ക് ഓഫ് ഐശയ്യാ, ചാപ്റ്റർ 19 verses 5 and 6. സമുദ്രത്തിലെ വെള്ളം ഇല്ലാതെയാകും, അത് വറ്റി ഉണങ്ങിപ്പോകും. നദികൾക്ക് നാറ്റം പിടിക്കും. മിസ്രൈമിലെ തോടുകൾ വറ്റി ഉണങ്ങും.
5 കഴിഞ്ഞു. അടുത്ത ഞാങ്ങണയും വേഴവും വാടിപ്പോകും. നദിക്കരികെയും നദീതീരത്തുമുള്ള പുൽപ്പുറങ്ങളും നദീതീരത്ത് വിതച്ചതൊക്കെയും ഉണങ്ങി പറന്ന് ഇല്ലാതെ പോകും. മീൻ പിടിക്കുന്നവർ വിലപിക്കും. നദിയിൽ ചൂണ്ടലിടുന്നവരൊക്കെയും ദുഃഖിക്കും. ഓക്കെ, ഈ ഭാഗത്ത് യെഹെസ്കേൽ പറയുന്ന വിഷയം കുറെ കൂടെ വിശദീകരിച്ച് വിശദമായി യെശയ്യാവിന്റെ അകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിപ്പിച്ച് അവിടെ വായിക്കുന്നുണ്ട്. നദി വറ്റിപ്പോകും, അതിലെ മത്സ്യങ്ങൾ ചത്തുപോകും, അത് നാറിപ്പോകും. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുൽപ്പുറങ്ങൾ, ചുറ്റുമുള്ള പുൽപ്പുറങ്ങളെല്ലാം ഇല്ലാതെയാകും എന്നൊക്കെ വളരെ വിശദീകരിച്ച് യെശയ്യാപ്രവചനം 19-ാം അധ്യായത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗം കുറെ കൂടെ ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അവളുടെ നദികൾ വറ്റി വരളുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വിപത്താണ് അവർ നദി വറ്റിപ്പോവുക എന്ന് പറയുന്നത്. നമുക്കറിയാം 29-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അന്നത്തെ മിസ്രൈം രാജാവായിരുന്ന ഒഫ്ര പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നദിക്കുള്ളിൽ കിടക്കുന്നു, വെള്ളത്തിനുള്ളിൽ കിടക്കുന്നു, ഈ നദി എന്റേതാ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് അവൻ എടുത്ത് പറയുന്നുണ്ട്. ആ 29-ാം അധ്യായത്തിന്റെ പല ഭാഗത്തും യഹോവയായ ദൈവം ഇവൻ പറയുന്ന കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അവിടെ എല്ലാം പറയുന്നുണ്ട്, നദി വറ്റിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. ഈജിപ്തിനെ സംബന്ധിച്ച് നൈൽ നദിയും ചെങ്കടലും നൈൽ നദിയിൽ നിന്ന് ശാഖകളായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കനാലുകളും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ചരിത്രം പഠിച്ചവർക്കറിയാം, ഈജിപ്തിനെ നൈൽ നദിയുടെ ദാനം എന്നാണ് വിളിച്ചത്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നാണ് നമ്മൾ പണ്ട് ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത്. എന്ന് പറയാൻ നൈൽ നദി ഇല്ലെങ്കിൽ ഈജിപ്റ്റ് ഇല്ല. ഈജിപ്തിന്റെ സകല സംസ്കാരത്തിനും സകല സമ്പൽ സമൃദ്ധിക്കും സകലവിധ പ്രതാപത്തിനും കാരണം നൈൽ നദിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ശാഖകളും ഉപശാഖകളും കനാലുകളും മറ്റുമാണ്. ഈജിപ്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് കാരണം അതാണ്. ഇവിടെ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ അത് വറ്റിക്കും. ചുറ്റുപാടുള്ള പുൽപ്പുറങ്ങളൊക്കെ ഞാൻ കരിഞ്ഞില്ലാതാകുന്ന നിലയിൽ വറ്റിക്കും ഞാനത്. അതിലെ അതിനകത്തെ മത്സ്യങ്ങൾ നശിക്കും, അത് നാറും. എത്ര ഭയാനകമാണ് ഇത്! ഏറ്റവും വലിയ വിപത്തായിരിക്കുന്ന അനുഭവമാണ്. നൈൽ നദിയുടെ മേലുള്ള ദൈവത്തിന് ന്യായവിധിയാണത്. നമ്മൾ പഠിച്ചു വരുമ്പോൾ യഹോവയായ ദൈവം ഓരോ കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ആദ്യം പറയുന്നുണ്ട്, നിന്നെ ഞാൻ ചൂണ്ടൽ കൊണ്ട് ചെകിളയ്ക്ക് പൊക്കിയെടുത്ത് മരുഭൂമിയിൽ എറിഞ്ഞിട്ട് നിന്നെ വെളിപ്രദേശത്ത് കൊണ്ടിടും. ഞാൻ ആരെയും നിന്നെ ശേഖരിക്കുവാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. നിന്റെ ശവം ദുഷ്ടമൃഗങ്ങളും ആകാശത്തിലെ പറവകളും വന്ന് തിന്നും എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സംസ്കാരമാകുന്ന മമ്മീസ് എന്ന് പറയുന്ന സംസ്കാരത്തിനുള്ള ദൈവത്തിന്റെ ന്യായവിധി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാജാക്കന്മാരും അങ്ങനെയുള്ള ആളുകൾ മരിക്കുമ്പോൾ അവരെ പ്രത്യേകമാകുന്ന കല്ലറയുണ്ടാക്കി പ്രത്യേകമായ നില കിടത്തി സുഗന്ധവർഗങ്ങളൊക്കെ ഇട്ട് എന്നും സൂക്ഷിക്കുന്ന നിലയിൽ ആ ശവശരീരം അങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന സിസ്റ്റമാണല്ലോ ഈജിപ്തിലുള്ള മമ്മീസ് എന്ന് പറയുന്നത്. അവിടെ മേലുള്ള ഒരു ന്യായവിധി ആദ്യം അയക്കുകയാണ്. പിന്നീട് പറയുമ്പോൾ ഒഫ്ര എന്ന് പറയുന്ന രാജാവിന് മേലെ ദൈവത്തിന് ന്യായവിധി, പിന്നെ ജനത്തിന് മേലെ ന്യായവിധി. ഇവിടെ
അവരുടെ ഏറ്റവും വലിയ ദൈവമെന്ന് അവരെപ്പോഴും കരുതി വച്ചിരിക്കുന്ന നൈൽ നദിയുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി. നമുക്കറിയാം, നൈൽ നദിയെ അവർ ദേവതയായിട്ടാണ് കാണുന്നത്. അതിനകത്തുള്ള മുതലകളെ അവരൊരു ദേവതയായിട്ടാണ് കാണുന്നത്. അതിനകത്തുള്ള മത്സ്യങ്ങളെയും മറ്റ് പലതിനെയും അവർ ദൈവമായിട്ട് കാണുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരുമില്ലെങ്കിൽ ശരി, അവർക്ക് നൈൽ നദി മതി, വേറൊന്നും വേണ്ട. ആ നിലയിലേക്ക് നീങ്ങിയ ഒരു രാഷ്ട്രം. അതാണ് ഒഫ്ര പറഞ്ഞത്, ഞാൻ വെള്ളത്തിന്റെ അകത്ത് കിടക്കുകയാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങൾക്കിത് മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്ന ആ നൈൽ നദിയുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി. അവരുടെ ചരിത്രത്തിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. കനാൽ സംവിധാനം, അവിടുത്തെ ആ വെള്ളത്തിന്റെ സിസ്റ്റം, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് തകരുമ്പോൾ, ഈ കനാൽ സിസ്റ്റവും ഈ വാട്ടർ ഫെസിലിറ്റീസും ഇറിഗേഷൻ പ്രോജക്റ്റ് എല്ലാം തകരുമ്പോൾ ഈജിപ്റ്റ് ഒരു നികൃഷ്ട രാജ്യമായി മാറ്റപ്പെടുന്നു. ആർക്കും പ്രയോജനമില്ലാത്ത വെറും ഒരു രാജ്യമായി അത് മാറ്റപ്പെടും. പ്രതാപങ്ങളില്ലാത്ത, സമൃദ്ധിയില്ലാത്ത, സംസ്കാരത്തിന്റെ ശൂന്യതയിലേക്ക് നീങ്ങുന്ന ഒരു രാഷ്ട്രമായി അത് മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ നദികൾ, അവയുടെ ഡെൽറ്റ, ഇതെല്ലാം ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. അപ്പൊ ആ വറ്റി വരണ്ടിട്ട് നൈൽ നദിയുടെ ഫലപുഷ്ടതയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഒരു വലിയ പരാജയത്തിലേക്ക് അവർ നീങ്ങുകയാണ്. ആലങ്കാരികമായിട്ടല്ല, ദൈവ സകല സ്രോതസ്സുകളെയും ദൈവം പരാജയപ്പെടുത്തും, ദൈവം അത് നശിപ്പിക്കുമെന്ന് വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. നൈൽ നദിയിലെ ഡെൽറ്റ, നൈൽ നദി എങ്ങനെ അപ്രത്യക്ഷമായി, എങ്ങനെ അത് കുറഞ്ഞു എന്നതിനെ കുറിച്ച് ശാസ്ത്രലോകം വിലയിരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നൈൽ നദിയും ഡെൽറ്റയും എല്ലാം അപ്രത്യക്ഷമാകും എന്ന പ്രസ്താവന നമുക്ക് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ശാസ്ത്രലോകം പറയുന്നത്, കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യ പ്രവർത്തനങ്ങളും മൂലം ഈജിപ്തിനെ സമ്പൽ സമൃദ്ധമാക്കി തീർക്കുന്ന ഡെൽറ്റ ക്രമാനുഗതമായി അത് ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. സമുദ്രനിരപ്പിന്റെ വർധനവ് നിമിത്തം തീവ്രമാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ലോകത്തിലെ ഏറ്റവും ദുർബലമാകുന്ന പ്രദേശങ്ങളിലായി അത് മാറ്റപ്പെടും, അത് തകരും എന്ന് പറയുന്നുണ്ട്. നോക്കണം, യഹോവയായ ദൈവം ഈജിപ്തിനോട് പറയാണ്, ആ നദി ഞാൻ വറ്റിക്കും, അതിന് സമൃദ്ധി ഞാൻ ഇല്ലാതാക്കും, ഈജിപ്തിന്റെ സ്രോതസ് ഞാൻ ഇല്ലാതാക്കും. യെശയ്യാപ്രവാചകൻ കുറെ കൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്, ഞാൻ അതിലെ മത്സ്യങ്ങളെ നശിപ്പിച്ചിട്ട് അത് നാറ്റമുണ്ടാക്കും, ചുറ്റോടുമുള്ളതായ സകല പുൽപ്പുറങ്ങളും ഉണങ്ങിക്കരിയത്തക്ക നിലയിൽ ഞാൻ ഈജിപ്തിനെ മാറ്റും എന്ന് പറയുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുവാൻ ലോകത്തിനൊരു ശക്തിക്കും കഴിയത്തില്ല. ഒഫ്ര എന്ന രാജാവ് പറഞ്ഞു, നൈൽ നദി ഞാൻ ഉണ്ടാക്കിയതാണ്, അതിലാണ് ഞാൻ കിടക്കുന്നത്, അതെന്റേതാണ് എന്ന് അവൻ പറഞ്ഞു. എങ്കിൽ അവൻ ആശ്രയിച്ച, അവൻ്റേതെന്ന് പറഞ്ഞതിനെ തമ്പുരാന്റെ കരത്തിന്റെ മുൻപിൽ അതൊന്നുമില്ല എന്ന് പറയുന്ന നിലയിലേക്ക് തമ്പുരാനെ മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, എഹെസ്കേൽ പുസ്തകം ഉടനീളം നോക്കുമ്പോൾ ഓരോ പാസേജും ഓരോ ഖണ്ഡികയും കഴിയുമ്പോഴും യഹോവയെ ദൈവം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ യഹോവ എന്ന് അവർ അറിയും, ഞാൻ യഹോവ എന്ന് എൻ്റെ ജനം അറിയും, ഞാൻ യഹോവ എന്ന് ജാതികൾ അറിയും. ഇതിലൂടെയൊക്കെ മിസ്രയീം
വെല്ലുവിളിച്ചത് എബ്രായരുടെ ദൈവത്തെയാണ്. എബ്രായ ദൈവത്തെ വെല്ലുവിളിച്ചെങ്കിൽ എബ്രായ ദൈവം ആരാണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ചില ന്യായവിധിയുടെ ഘട്ടങ്ങളും അതിന്റെ അനുഭവങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ന് ലോകത്തിലേക്ക് നോക്കി ശാസ്ത്രലോകവും മറ്റും ദൈവത്തിന്റെ സിസ്റ്റത്തെയും ദൈവം ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന, ദൈവത്തിന്റെ സൃഷ്ടിതാവെന്ന് പറയുന്ന ആ പദവിയെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ കൊച്ചു ബുദ്ധിക്കകത്ത് ദൈവത്തെ തേടി തേടി കിട്ടാതെ വരുമ്പോൾ, ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് ഈ കൊച്ചു ബുദ്ധിയിലൂടെ തേടി തേടി ഉത്തരം കിട്ടാതെ വരുമ്പോൾ, അവൻ അവസാനിക്കുന്നത് ദൈവമില്ല എന്നൊക്കെയുള്ളതായ ഒരു അനുമാനത്തിൽ ചെന്നുപെട്ടിട്ട് അവൻ ദൈവത്തെയും ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെയും ദൈവത്തിന്റെ സിസ്റ്റത്തെയും ദൈവത്തിന്റെ പദ്ധതികളെയും അവൻ വെല്ലുവിളിക്കുമ്പോൾ, ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവം തന്റെ സ്റ്റാൻഡിൽ നിന്നാൽ, ദൈവം തൻ്റെതായിരിക്കുന്ന പൊസിഷൻ നിൽക്കുമ്പോൾ, ലോകത്തിൽ ഒരു ശക്തിക്കും ദൈവത്തിന്റെ നേരെ നിൽക്കുവാൻ കഴിയത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അന്നത്തെ വലിയ സാമ്രാജ്യ ശക്തിയായിരുന്ന ഈജിപ്റ്റ് ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് ഇത് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയും ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെയും ദൈവത്തിന്റെ ആയിരിക്കുന്ന ജ്ഞാനത്തെയും കഴിവുകളെയും നാം ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ നാം പരാജയപ്പെടുകയല്ലാതെ ദൈവം പരാജയപ്പെടുകയില്ല. നാം പരാജയത്തിലേക്ക് പോവുകയല്ലാതെ ദൈവം ഒരു നാളും പരാജയപ്പെടുത്തില്ല. കാരണം ദൈവം എല്ലാറ്റിനും മീതെയുള്ളവനാണ്. ഇത് മനുഷ്യന്റെ കൊച്ചു മനസ്സിന്റെ അകത്ത് ഉരുത്തിരിഞ്ഞ പരീക്ഷണങ്ങൾക്കും അവന്റെ കണ്ടുപിടുത്തങ്ങൾക്കും അവന്റെ തത്വചിന്തകൾക്കൊക്കെ മീതെ നിൽക്കുന്നതാണ് ദൈവം എന്ന് പറയുന്ന യഹോവയായ ദൈവം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ തോൽപ്പിക്കുവാൻ, ആ ദൈവത്തിന്റെ തത്വത്തെ ഇല്ലാതാക്കുവാൻ ലോകത്തിനൊരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് ഈജിപ്റ്റ് കേവലം ഒരു കൊച്ചു രാജ്യമായി ഒരു കോണിൽ ഒതുങ്ങിക്കഴിയുകയാണ്. കാരണം ദൈവം പറഞ്ഞതാണ്, ദൈവത്തിന്റെ ന്യായവിധി അതിന്മേൽ വന്നു. കാരണം അവരുടെ രാജാക്കന്മാർ ദൈവത്തോട് എതിർത്തു. അവർ നൈൽ നദിയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നൈൽ നദിക്കും മറ്റും കൊടുത്തത് കൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും. ഇനി മിസ്രൈം ദേശത്ത് നിന്ന് ഒരു പ്രഭു ഉത്ഭവിക്കുകയില്ല. ഞാൻ മിസ്രൈം ദേശത്ത് ഭയം വരുത്തും. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിപ്പോൾ പറഞ്ഞത്, നൈൽ നദിയോടുള്ള ദൈവത്തിന്റെ ന്യായവിധി. അടുത്ത ആ റോയൽ കുടുംബത്തോടും അവിടെയുള്ള ആ പട്ടണത്തോടുമുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുന്നത്. ബാബിലോൺ സൈന്യം നശിപ്പിക്കുന്ന പ്രധാന നഗരങ്ങളെ കുറിച്ച് യെഹെസ്കേൽ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഓരോ നഗരത്തിനും കർത്താവ് വ്യാജ വിഗ്രഹങ്ങളെ നീക്കം ചെയ്യുമെന്നും വളരെ വ്യക്തമായി പറയുന്നു. ഈജിപ്തുകാരെ നയിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരെ നയിക്കുവാൻ ഇനി അവിടെ ആരും ജനിക്കത്തില്ല, ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു. രാജ്യത്തുടനീളം ഭയം വ്യാപിക്കും. ആളുകൾ പലരും മരിക്കും. മരിക്കാത്തവർ പലരും പ്രവാസത്തിലേക്ക് പോകും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു വന്ന കൂട്ടത്തിൽ ആ 13-ാമത്തെ വാക്യം അവിടെ വായിച്ചല്ലോ. നോഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അവിടെ വാങ്ങി, ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും. നോഫിൽ നിന്ന്. ഇനി മിസ്രൈം ദേശത്ത് ഒരു പ്രഭു ഉത്ഭവിക്കുകയില്ല. ഞാൻ മിസ്രൈം ദേശത്ത് ഭയം വരുത്തും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, വിഗ്രഹങ്ങളെ നശിപ്പിക്കും. 2, നോഫിലുള്ള. 2, ഇനി ആ കുടുംബത്തിൽ ഒരുത്തരും രാജാവായി വരികയില്ല. 3, ഞാൻ ആ ദേശത്ത് വളരെ ഭയം വരുത്തും. നമുക്ക് നോക്കാം. ആദ്യമായി നോഫ് എന്ന് പറയുന്നത് എന്താണ്? നോഫ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പക്ഷെ കേട്ടാണ്, മെംഫിസ് എന്ന് പറയുന്ന ഒരു വലിയ പട്ടണം, ഒരു ടവറും ഉണ്ട് ഈജിപ്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. വലിയ പിരമിഡ്, മെംഫിസ് എന്ന് പറയും. ഇപ്പോൾ ആ രാജ്യത്തിലെ ക്യാപിറ്റൽ ആയിരിക്കുന്ന കെയ്റോ, ഗ്രേറ്റ് കെയ്റോ എന്ന് പറയുന്ന ആ സ്ഥലമാണത്. ഇപ്പോൾ അതിന് കെയ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈജിപ്തിന്റെ തലസ്ഥാനമാണത്. ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന നോഫ്, മെംഫിസ് എന്നൊക്കെ പറയുന്ന പേരിൽ അത് അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ കെയ്റോ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. ഇത് അവർ രാജാക്കന്മാരുടെ, അതൊരു ക്യാപിറ്റലാണ്. അതുകൊണ്ട് രാജാക്കന്മാരുടെ ഇരിപ്പിടം അവിടെയാണ്. അവരുടെ പാലസ്, അവരുടെ സിംഹാസനം എല്ലാം സ്ഥിതി ചെയ്യുന്ന അതാണ് കെയ്റോയിലാണ്. അതുകൊണ്ട് അവരെ ചുറ്റിപ്പറ്റി അവരുടെ റിലീജിയസ് പ്രീസ്റ്റ്, അവരുടെ മത പുരോഹിതന്മാരും താമസിക്കുന്നത് ആ സിറ്റിക്കകത്താണ്. അവരവിടെ താമസിക്കുന്നതുകൊണ്ടും രാജാക്കന്മാർ അതിനകത്ത് വസിക്കുന്നതുകൊണ്ടും പല ദൈവങ്ങളെയും അവരെ ആലയം സ്ഥിതി ചെയ്യുന്നതും ഈ കെയ്റോയിലാണ്. അതാണ് ആ സ്ഥലം എടുത്തു പറയുന്നത്. ഇപ്പൊ നോഫ് എന്ന് പറഞ്ഞാൽ മെംഫിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്നത് കെയ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെയാണ് അവിടെ രാജാക്കന്മാർ സിംഹാസനം ഇട്ടിരിക്കുന്നത്. അവിടെയാണ് അവിടെ പുരോഹിതന്മാർ വസിക്കുന്ന ഇടം. അവിടെയാണ് ധാരാളം ദൈവങ്ങളും അവിടെ ആലയവും സ്ഥിതി ചെയ്യുന്ന സ്ഥലം അവിടെയാണ്. അത് കൽദയക്കാർ നശിപ്പിക്കും എന്നാ പറയുന്നത്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്. കൽദയക്കാർ കൂടിനെയും കൂട്ടിൻ്റെ അകത്തെ പക്ഷികളെയും നശിപ്പിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നത്. അവര് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുമ്പോൾ പറയുന്നത് കൂടിനെ മാത്രമല്ല നശിപ്പിക്കുന്നത്, കൂട്ടിൻ്റെ അകത്തുള്ള പക്ഷികളെ നശിപ്പിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി നോഫ് അഥവാ മെംഫിസ് അഥവാ കെയ്റോ ഈജിപ്ഷ്യൻ വിഗ്രഹാരാധനയുടെ ഒരു പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ പിരമിഡുകളുടെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാനമാണ്. ഇത് ലോവർ ഈജിപ്തിന്റെ തലസ്ഥാനമാകുന്ന മെംഫിസ് ആണ്. ഇത് ഈജിപ്തുകാരുടെ വിഗ്രഹാരാധനയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതാണ് എടുത്തു പറയുന്നത്. ഞാൻ 13 വാക്യം, ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് അവരെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്നില്ലാതാക്കും. നോഫ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രധാന വിഗ്രഹങ്ങളും അവരുടെ ആലയം, അവരുടെ പുരോഹിതന്മാർ വസിക്കുന്ന ഇടം, അവരുടെ രാജാവ് വസിക്കുന്ന ഇടം, ഞാൻ അത് നശിപ്പിച്ച് കളയും എന്ന് വളരെ വ്യക്തമായി പറയും. ഒരു ന്യായവിധി. അടുത്ത ന്യായവിധി, ഞാൻ ഈജിപ്ത് ദേശത്ത് ഇനി ഒരു രാജാവിന് ഉണ്ടാകില്ല. ഇത് വളരെ സംശയമില്ലാത്ത നിലയിൽ ഈജിപ്തിന്റെ ഭാവിയെ കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി ഈ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജവംശം ഇനി രാജാവായി അവിടെ വാഴുകയില്ല. ഇനി അടുത്തത് അവിടെ ഭരിക്കാൻ പോകുന്നത് വിദേശികളാകുന്ന ഗവൺമെന്റ് ആയിരിക്കും അവിടെ ഭരിക്കാൻ പോകുന്നത് എന്ന് അവിടെ എടുത്തു പറയുക.
ഇപ്പൊ ഭരിച്ചിരുന്നത് ഒഫ്ര. ഒഫ്രായ്ക്ക് മുമ്പ് അവന്റെ വല്യപ്പനാകുന്ന നെക്കോയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു രാജവംശമായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞതിനർത്ഥം ഇനിയും ആ ലോക്കലിൽപ്പെട്ട ആ രാജകുടുംബത്തിൽപ്പെട്ടവർ അല്ല ഇനിയും ഭരിക്കാൻ പോകുന്നത്. ഇതിന് വെളിയിൽ നിന്ന് ചില ഗവൺമെന്റിന്റെ ആളുകളായിരിക്കും ഈജിപ്തിനെ ഭരിക്കാൻ പോകുന്നത് എന്നാണ് അവിടെ എടുത്തു പറയുന്നത്. അതായത് മുൻ രാജാക്കന്മാരുടെ അധികാരമുള്ള ഒരു സ്വദേശി രാജകുമാരനും ഇനി ഈജിപ്തിലുണ്ടാകുകയില്ല. ഇവിടെ ഇനി ഭരിക്കാൻ പോകുന്നത് വിദേശ ആളുകളായിരിക്കും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. നമുക്കറിയാം, ഇന്നവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജകുടുംബങ്ങളല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കണം, അത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. വിഗ്രഹാരാധനയുടെ മേലെ ന്യായവിധി, രാജാവിന്റെ മേലെ ന്യായവിധി. അടുത്തവൾ പറയുന്നുണ്ട്, ഞാൻ ഭയം വരുത്തും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ മിസ്രൈം ദേശത്തും ഭയം വരുത്തും. ഇനി 14-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഞാൻ പത്രോസിനെ ശൂന്യമാക്കും, സോവാന് തീ വയ്ക്കും, നോവിൽ ന്യായവിധി നടത്തും. ഓക്കെ, ഈ സ്ഥലങ്ങൾ ഞാൻ പറയുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. അത് പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. പത്രോസ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് മുമ്പൊരിക്കൽ ഈ അധ്യായത്തിന്റെ ആരംഭകാലത്ത് 29-ാം അധ്യായത്തിൽ നമ്മൾ പ്രസ്താവിച്ചതാണ്. ഇവിടെ 2 സ്ഥലം പറയുന്നു, പത്രോസ് എന്നും സോവാൻ എന്നും. ഇത് നൈൽ നദിയുടെ ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് എല്ലാം. അതിന് തീരങ്ങളിലാണ് ഈ പ്രധാന പട്ടണങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നൈൽ നദിയുടെ ടാനറ്റിക് ശാഖയിലുള്ള, അതിന്റെ ഒരു ശാഖയാണ് ടാനറ്റിക് ശാഖയിലുള്ള ലോവർ ഈജിപ്തിലൊരു നഗരമാണ് ടാനീസ് എന്ന് പറയും. ടാനീസ് നൈൽ നദിയുടെ ഉപശാഖയാകുന്ന ടാനറ്റിക്സിന്റെ സൈഡിലുള്ള ഒരു പട്ടണമാണ് ടാനീസ് എന്ന് പറയുന്ന പട്ടണം. ഈ വിവിധ നഗരങ്ങളെ കുറിച്ചുള്ള പരാമർശം മുഴുവൻ ഭൂമിയുടെയും ന്യായവിധിയുടെ ഒരു സാർവത്രികത, യൂണിവേഴ്സൽ ആയിരിക്കുന്ന കംപ്ലീറ്റ് ഏരിയയിലും ന്യായവിധി ഉണ്ടാകുമെന്നാണ് ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ എടുത്തു പറയുന്ന അർത്ഥമാക്കുന്നത്. ഈജിപ്തിന് ഒരു സ്ഥലവും വിടാതെ എല്ലാ ഭാഗത്തും ന്യായവിധി ഉണ്ടാകുമെന്നാണ് ആ ഭാഗം എടുത്തു പറയുന്നത്. നമുക്കിനിയും ആ 15, 16, 17 വാക്യം ഒന്ന് വായിക്കാം. ഹലോ, നെറ്റിന്റെ പ്രോബ്ലം. ശരി, അതിന്റെ ആ വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നത്, മിസ്രൈമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എൻ്റെ ക്രോധം പകരും. അടുത്ത പറയുന്നു, ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും, ഞാൻ മിസ്രൈമിന് തീ വെക്കും, സീൻ അതിവേദനയാകും, നോവ പിളർന്നു പോകും, നോഫിന് പകൽ സമയത്തെ വൈരികൾ ഉണ്ടാകും. 17-ാമത്തെ വാക്യമാണ് അടുത്ത പ്രധാനപ്പെട്ട വാക്യം. അതോട് പറഞ്ഞ് ഈ രാത്രിയിൽ നമുക്ക് ചിന്ത അവസാനിപ്പിക്കാം. ഓക്കെ, ആവനിലെയും പീബേസത്തിലെയും യൗവനക്കാർ വാളുകൊണ്ട് വീഴും, അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ആ രാജ്യം എന്താണെന്ന് പറഞ്ഞിട്ട് പറയാൻ ഉള്ള സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. ആവനിലെയും പീബേസത്തിന്റെയും എന്നെടുത്തു പറയുന്നു. ഇത് ഈജിപ്തിലെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ്. അത് സൂര്യ ദേവന്മാരെ ആരാധിക്കുന്ന, അതിന്റെ ഇരിപ്പിടമാകുന്ന ചില സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളെ കുറിച്ചാണ്
അവിടെ എടുത്തു പറയുന്നത് പലതരത്തിലുള്ള ഇമ്പോർട്ടന്റ് ദേവിദേവന്മാർ അധിവസിക്കുന്ന സ്ഥലം. ഒന്ന്, സൂര്യദേവന്മാരുടെ ഇരിപ്പിടം. ഞാൻ ദൈവം അനുവദിച്ച അടുത്ത ആഴ്ച അതിൻ്റെ റെഫറൻസ് ഉൾപ്പെടെ ഞാൻ പറയാം. രണ്ട്, ചില പ്രത്യേക മൃഗങ്ങളുടെ തലയുള്ള ചില ദേവിദേവൻ. ഇവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ പറയപ്പെടുന്ന ആവനിലെയും പി ബേസത്തിൻ്റെയും സ്ഥലം എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ചില ദേവീദേവന്മാരുടെ ഇരിപ്പിടം, അതിനുമേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചാണ് ആ ഭാഗത്ത് എടുത്തു പറയുന്നത്. ഈജിപ്തിന്റെ മുഖം തകർക്കുമെന്ന് പറയുന്നു. അതായത് മറ്റ് രാജ്യങ്ങളുടെ മേൽ ഈജിപ്റ്റ് പ്രയോഗിക്കുന്ന സ്വേച്ഛാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം അനേക രാജ്യങ്ങളും അവനിൽ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്, ആശ്രിത രാജ്യങ്ങളായിട്ടുണ്ട്. അവൻ അവരുടെ മേൽ ആ സ്വേച്ഛാധിപത്യം പുലർത്തുന്നുണ്ട്. അപ്പോൾ അവന്റെ ആ ശക്തി തകരുമെന്നും എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ മേൽ ആധിപത്യം, അതൊരു സ്വാധീനത മുഴുവൻ തകർക്കുമെന്നാണ് ആ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഈ രാത്രി ചിന്ത ഇവിടെ അവസാനിപ്പിക്കുക. ദൈവം ഈ 17-ാമത്തെ വാക്യത്തിലെ ആ സ്ഥലത്തെക്കുറിച്ച് വിശദമാകുന്ന വിവരം ദൈവം അടുത്ത ആഴ്ച ഞാൻ വിശദീകരിക്കാം. അത് കുറെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറഞ്ഞു തീർക്കാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. അവിടെ ഈ രാത്രിയിൽ നമുക്കിതെല്ലാം കേൾക്കുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെക്കാൾ കൂടുതൽ മറ്റൊന്നിനെയും ആശ്രയിക്കല്ലേ, മറ്റൊന്നിനെയും വലുതായി കാണല്ലേ. 2, ദൈവത്തിന്റെ പദ്ധതികളെ നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും ചോദ്യം ചെയ്യല്ലേ. ദൈവത്തിന്റെ സിസ്റ്റത്തെ ഒരിക്കലും ചോദ്യം ചെയ്യല്ലേ എന്ന് 2-ാമത്തെ കാര്യം. 3-ാമത്തേത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ഓരോ പദ്ധതിയിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ നാമം എല്ലായിടത്തും മഹത്വപ്പെടണം. അത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഇന്നും ലോകത്തിൽ നടക്കുന്ന സകല സംഭവങ്ങളുടെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നാമം മഹത്വപ്പെടണം. യഹോവയായ ദൈവമാണെന്ന് ലോകമറിയണം, ജനമറിയണം. ഇത് ലോകരാഷ്ട്രത്തിലുള്ള ബന്ധത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള ബന്ധത്തിലും നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഓരോ ജീവിത മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു പക്ഷേ ഭാരമായേക്കാം, നമുക്കത് വിഷമങ്ങളായിരിക്കാം. പക്ഷെ ഓർത്തുകൊള്ളണം, അതിലൂടെ എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് യഹോവയായ ദൈവമാണ് എന്ന് നമ്മൾ അറിയണം, മറ്റുള്ളവർ അറിയണം. ഒന്നുകൂടി പറഞ്ഞാൽ, ദൈവത്തിന് നാമം മഹത്വപ്പെടുവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നല്ല ഉറപ്പിച്ച് ഈ രാത്രി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ. അതുകൊണ്ട് ഇതിലൂടെ എല്ലാം ഓർക്കണ വസ്തുത ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് രാത്രിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ.